ഡി സി സി അധ്യക്ഷൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിനുശേഷം നമുക്ക് ശ്യാമിലേക്ക് വരാം. ഈ സർക്കാരിന്റെ പോലീസിൽ കേരളത്തിലെ കോൺഗ്രസിനോ UDF-നോ പൊതുജനങ്ങൾക്കോ വിശ്വാസ്യതയില്ലാതായിരിക്കുകയാണ്. പോലീസ് കാക്കിയിട്ട് നീതി നിർവഹിക്കാനല്ല, നീതി നിഷേധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിഷേധിക്കപ്പെടുന്നവരോടൊപ്പമല്ല. കാരണം അവിടെയെല്ലാം അക്രമകാരികൾക്കൊപ്പമാണ് കേരളത്തിലെ പോലീസ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രതിഷേധ മാർച്ച്, ഈ മാർച്ചിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത്. പോലീസിനുള്ള ഒരു താക്കീത് കൂടിയാണ് ഇത്. കേരളത്തിലെ പോലീസിനുള്ള താക്കീതാണ്. എറണാകുളം ജില്ലയിലെ MLA-മാരടക്കം എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായി നടത്തിയ അക്രമങ്ങളിൽ കേസെടുക്കാതെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകുന്ന പോലീസിനുള്ളൊരു താക്കീതാണ് ഈ താക്കീത്. അതുകൊണ്ട് ഇന്ന് ഈ സമരം നമ്മൾ ഇവിടെ നിന്ന് DCC-യിലേക്ക് തിരിച്ച് പ്രകടനമായി പോവുകയാണ്. നമ്മൾക്കെതിരായി DYFI നടത്തിയ അക്രമങ്ങളിൽ പോലീസ് കേസെടുത്ത് പ്രതികളെ പിടിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതേ രൂപത്തിലായിരിക്കില്ല പോലീസിനെതിരെ തീർക്കുക എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മുടെ സഹപ്രവർത്തകന്മാർ യൂത്ത് കോൺഗ്രസിന്റെയും KSU-വിന്റെയും ചുണക്കുട്ടന്മാരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ കൊച്ചിയിലെ പ്രതിഷേധം താൽക്കാലികമായി കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിക്കുകയാണ്. DCC അധ്യക്ഷൻ പറഞ്ഞത് മാർച്ച് ചെയ്ത് DCC ഓഫീസിലേക്ക് മടങ്ങുമെന്നതാണ്. പോലീസിന് നേരെ പലതവണ വെല്ലുവിളി നടത്തിയെങ്കിലും ജലപീരങ്കിയിൽ പോലീസ് അവരുടെ നടപടി അവസാനിപ്പിക്കുകയായിരുന്നു. മറ്റ് കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ല. പ്രതിഷേധം അവസാനിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മടങ്ങുകയാണ്.